ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തരാൻ മുന്നിൽ നിന്ന ഗാന്ധിജിയെ വെടിവെച്ചു കൊന്നു. ആ വെടിവെച്ചു കൊന്ന വ്യക്തി ഒരു ഹൈന്ദവ മതത്തിൽപ്പെട്ട ആളാണ് എന്നതുകൊണ്ട് ഹൈന്ദവർ മുഴുവൻ ഭീകരവാദികളാണ്, തീവ്രവാദികളാണെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ഗാന്ധിജി വെടിയേറ്റ് വീഴുന്ന സന്ദർഭത്തിൽ അദ്ദേഹം പറഞ്ഞത് രാം 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 എന്നായിരുന്നു. ഗാന്ധിജിയെ വെടിവെച്ച വ്യക്തി വെടിവെക്കുമ്പോൾ പറഞ്ഞതും രാം 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 എന്നായിരുന്നു. ഒരു മുസ്ലിം രാമനെ ആരാധിക്കില്ല എന്ന് എൻ്റെ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും അറിയാം. കാരണം ഒരു മുസ്ലിം മുഹമ്മദ് നബിയെ പോലും ആരാധിക്കുന്നില്ല. മുഹമ്മദ് നബി ആരാധ്യനല്ല. പ്രാർത്ഥിക്കാൻ, ആരാധിക്കാൻ, നേർച്ച കൊടുക്കാൻ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറ്റില്ല. മുഹമ്മദ് നബിയെ സൃഷ്ടിച്ച ഈ ലോകത്തിൻ്റെ സൃഷ്ടാവിനെയാണ് ആരാധിക്കേണ്ടത്. അതുകൊണ്ടാണ് എൻ്റെ സംസാരം തുടങ്ങിയപ്പോൾ ഞാൻ മുഹമ്മദ് നബിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടാണ് എൻ്റെ സംസാരം ഞാൻ ആരംഭിച്ചത്. അപ്പോൾ രാം രാം എന്ന് പറഞ്ഞുകൊണ്ട് വെടിവെച്ചു. രാം രാം എന്ന് പറഞ്ഞുകൊണ്ട് ഗാന്ധിജി രക്തത്തിൽ കുളിച്ച് ഈ ലോകത്തോട് വിട പറയുകയും ചെയ്തു. അപ്പോൾ ഗാന്ധിജിയുടെ ആ രാമഭക്തിയും ആ വെടിവെച്ച വ്യക്തിയുടെ രാമഭക്തിയും തമ്മിൽ വ്യത്യാസമുണ്ട്. ഗാന്ധിജിയുടെ രാമഭക്തിയാണ് ഹൈന്ദവർ അംഗീകരിക്കുന്നത്. വെടിവെച്ചവന്റെ രാമഭക്തി കപടമായ മതവിശ്വാസമാണ്. അത് ഹൈന്ദവതയെ ദുർവ്യാഖ്യാനിക്കുന്ന ഹൈന്ദവ മതരാഷ്ട്രവാദം എന്ന് പറയുന്ന കേവല പൊളിറ്റിക്സിന് വേണ്ടിയുള്ളതാണ് എന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് രാജ്യത്തിൻ്റെ ഒട്ടേറെ ശത്രുക്കൾ രാജ്യത്തിനുണ്ട്. ഇപ്പോൾ നാം നേടിയെടുത്ത സ്വാതന്ത്ര്യത്തിന് ശേഷമുണ്ടാക്കിയ ഭരണഘടന വിഭാവനം ചെയ്യുന്ന ജനാധിപത്യത്തെ തകർക്കുന്ന തരത്തിൽ നാം വിശ്വസിച്ചേൽപ്പിക്കുന്ന വോട്ട് പോലും വികലമാക്കപ്പെടുന്നു, വോട്ട് തട്ടിയെടുക്കപ്പെടുന്നു, വോട്ട് കൊള്ള നടക്കുന്നു എന്ന വിവരങ്ങൾ വരുമ്പോൾ രാജ്യസ്നേഹികൾ തീർച്ചയായും രാജ്യസ്നേഹികൾക്ക് വേദനയുണ്ടാകും. ആ വേദന ന്യായമായ വിഷയത്തിലുള്ള പ്രതിഷേധമായി ഉയർന്നു വന്ന് രാജ്യത്തെ തകർക്കാൻ ഒരാളെയും അനുവദിക്കില്ല എന്ന് രാജ്യസ്നേഹികൾ ഒന്നിച്ചു പറയേണ്ടുന്ന സന്ദർഭമാണിത്.